ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 75 ഹോട്ട് ടോപ്പിക്സിന്റെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന് താഴെ ഞാൻ നമ്മുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡേ 1 മുതൽ ഡേ 5 വരെയുള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം 75 ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു LDCക്ക് നല്ലൊരു റാങ്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ദിവസം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന, അതേപോലെ സാമ്പത്തിക ശാസ്ത്രവും ഇംഗ്ലീഷും മലയാളവും. അതായത് നോൺ ഗ്രാമർ സെക്ഷനിലെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കണം. അപ്പോൾ ഓരോ ദിവസവും 10 ചോദ്യങ്ങൾ വെച്ചാണ് നോൺ ഗ്രാമർ വിഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതും ഒരു 10 വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വരിക. ടെലഗ്രാമിൽ ഇതിന്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ടും എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് വായിക്കുക. നോട്ട് വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്ക് വൺ ക്ലിക്ക് PSC നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നോട്ട് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഡേ 6 ആണ്, 6ാമത്തെ ദിവസം. അപ്പോൾ അത് മുന്നേ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കാണാനായിട്ട് കൂടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു LDCക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും കൂടി ശ്രമിക്കുക. കാരണം ക്ലാസ്സിനെ കുറിച്ചോ അതേപോലെ തന്നെ എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചോ അതേപോലെ നിങ്ങൾക്ക് വരുന്ന എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും ഞാൻ മറുപടി തരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ചാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തിനാണ് രൂപീകരിച്ചത്, അതേപോലെ തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇവിടെ വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതി, ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഓക്കെ, നമുക്കറിയാം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നതും അതേപോലെ തന്നെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ശരിക്കും ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യക്ക് വേണ്ടി രൂപീകരിക്കുന്നത്. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെന്റ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ലേബർ ഗവൺമെന്റ് ആണ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെന്റ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ആരെ ഇങ്ങോട്ടേക്ക് അയച്ചത്, ക്യാബിനറ്റ് മിഷനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഒത്തിരി തവണ PSC ചോദിച്ചങ്ങനെ ചോദ്യങ്ങളാണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എത്രയാണെന്നുള്ളത്. അംഗങ്ങൾ 3 പേരാണ് ക്യാബിനറ്റ് മിഷനിൽ നിലവിലുള്ളത്. 3 പേരാണ്. 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ആളാണ് പെത്വിക് ലോറൻസ്. രണ്ടാമത്തെ ആള് സ്റ്റാഫോർഡ് ക്രിപ്സ്. മൂന്നാമത്തെ ആള് AV അലക്സാണ്ടർ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ആളാണ് പെത്വിക് ലോറൻസ്, രണ്ടാമത്തെ ആളാണ് സ്റ്റാഫോർഡ് ക്രിപ്സ്, മൂന്നാമത്തെ ആള് AV അലക്സാണ്ടർ ആണ്. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയ വർഷം ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്താണ്, 1946 മാർച്ച് 23. ഓർത്തു വച്ചോ, 1 മാർക്കാണ്. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയ വർഷം 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡൽഹിയിലെത്തിയ വർഷം എന്നാ ചോദിച്ചാൽ അത് 1946 മാർച്ച് 24. ഓക്കെ, അത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ക്യാബിനറ്റ് മിഷന് കറാച്ചിയിൽ എന്നാണ് വന്നത്, അതേപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ വന്നത് എന്നാ ചോദിച്ചാൽ 46 മാർച്ച് 24.
ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് വേവൽ പ്രഭു. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ആരായിരുന്നു ഇവിടുത്തെ വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവൽ പ്രഭു ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ വൈസ്രോയിമാരെ കുറിച്ച് പഠിച്ചതാണ്. അതായത് 1857 വിപ്ലവം നടക്കുമ്പോൾ ക്യാനിങ് പ്രഭുവാണ്. INC രൂപീകരിക്കുന്ന സമയത്ത് ഡഫ്രിൻ പ്രഭുവാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് ഇവിടുത്തെ വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് വേവൽ പ്രഭു. ആരാണ്? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. പ്രീവിയസ് ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ത് ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് പെത്തിക് ലോറൻസ്. ഇമ്പോർട്ടന്റ് ആണ് പെത്തിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. 46 മെയ് 16. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം എന്നാ ചോദിച്ചാൽ 46 ജൂൺ 29 അവരെന്ത് ചെയ്യുകയാണ്? റിപ്പോർട്ട് സമർപ്പിച്ച് ഇവിടെ നിന്നും മടങ്ങുകയാണ്. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വച്ച ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ടേക്ക് വച്ച ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യമാണ് ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക. ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന രൂപീകരിക്കുക. ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുക. ഇന്ത്യയിൽ ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു ആര് മുന്നോട്ടേക്ക് വച്ച കാര്യങ്ങളെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ടേക്ക് വച്ച ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആരാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഭരണഘടന രൂപീകരിക്കേണ്ടത്. അതേപോലെ ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്യുക? ഇപ്പോൾ രൂപീകരിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു എന്ത് ചെയ്തത്? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് എന്താണ് നിലവിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം, അതായത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായത്. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാനായിരുന്നു ലേബർ ഗവൺമെന്റ് ആരെ ഇങ്ങോട്ടേക്ക് അയച്ചത്? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. ക്യാബിനറ്റ് മിഷനിൽ ആകെ എത്ര പേരാണ് മക്കളെ ഉണ്ടായിരുന്നത്? 3 പേരാണ് ഉണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 എണ്ണമാണ്. 1 പെത്തിക് ലോറൻസ്, 2 സ്റ്റാഫോർഡ് ക്രിസ്, 3 AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം കറാച്ചിയിലാണ് 46 മാർച്ച് 23 വന്നത്. അതിനുശേഷമാണ് 46 മാർച്ച് 24 എവിടെ വന്നത്? ഡൽഹിയിൽ വന്നത്. ആ സമയത്ത് ആരായിരുന്നു ഇവിടുത്തെ വൈസ്രോയി എന്ന് പറയുന്നത്? വേവൽ പ്രഭു ആണ് ഇവിടുത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. ഇനി ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, ആരാണ് ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത്? പെത്തിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 46 മെയ് 16 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം 46 ജൂൺ 29. അതായത് റിപ്പോർട്ടുകൾ സമർപ്പിച്ച് അവര് 46 ജൂൺ 29 മടങ്ങി. അന്ന് അവർ ശുപാർശ ചെയ്തത് എന്തൊക്കെ ശുപാർശകളായിരുന്നു അതിൽ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്? ഒരു ഭരണഘടന രൂപീകരിക്കേണ്ടത്. ഒരു ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്യണം? രൂപീകരിക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കണം. ഇതൊക്കെയായിരുന്നു അവയുടെ ശുപാർശകൾ എന്നറിയപ്പെടുന്നത്. ആരുടെ? ക്യാബിനറ്റ് മിഷന്റെ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാ ചോദിച്ചാൽ എത്ര തവണയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ചോദ്യം ചോദിച്ചതെന്ന് അറിയാൻ പാടില്ല. അത്ര തവണ PSC ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് എന്ത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഡിസംബർ 6. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എഴുതി വച്ച ഒരു മാർക്ക് ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 46 ഡിസംബർ 6. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? MN റോയി ആണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി MN റോയി. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം MN റോയി മുന്നോട്ടേക്ക് വച്ചത് ഏത് പത്രത്തിലൂടെയാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഈ ഒരു ആശയം
ആര് എം.എൻ. റോയി മുന്നോട്ടേക്ക് വച്ചത്. ഓക്കെ, ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് സ്വരാജ് പാർട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഒന്ന്, ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ വ്യക്തി മകളെ എം.എൻ. റോയി ആണ്. ഇനി ആ എം.എൻ. റോയി ഏത് പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വച്ചത്, ഏത് പത്രത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യം മുന്നോട്ട് വച്ച പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി. ഇനി എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? 46 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായത്. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് 1935 ബോംബെ സമ്മേളനത്തിനാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് ബോംബെ സമ്മേളനം 1935. ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ അത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫൈസ്പൂർ സമ്മേളനം. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി എന്ത് വേണം? ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈസ്പൂർ സമ്മേളനമാണ്. ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. PSC ഇത് INC-യുമായി ബന്ധപ്പെട്ട് ചോദിച്ചെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന INC സമ്മേളനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫൈസ്പൂർ സമ്മേളനം. ഫൈസ്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം പറഞ്ഞത് എം.എൻ. റോയി. ഏത് പത്രത്തിലൂടെയാ? പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ആദ്യമായി മുന്നോട്ട് വച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. ഇനി INC സമ്മേളനം ചോദിച്ചാൽ ബോംബെ സമ്മേളനം 35 ആരായിരുന്നു അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ചോദിച്ചാൽ ഫൈസ്പൂർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഫൈസ്പൂർ ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. 46 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ യോഗം ചേർന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് 46 ഡിസംബർ 6. അത് കഴിഞ്ഞതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 ഡിസംബർ 9-നാണ്. അപ്പോൾ 46 ഡിസംബർ 6-ന് എന്ത് ചെയ്തു? രൂപീകരിച്ചു. 46 ഡിസംബർ 9-ന് എന്ത് ചെയ്തു? ആദ്യത്തെ യോഗം ചേർന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 207 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 9 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ എന്ന് പറയുന്നത് 9 പേര്. പങ്കെടുത്ത പ്രതിനിധികൾ 207 പേര്. മുസ്ലിം ലീഗ് എന്ത് ചെയ്യാണ്? ഈ സമ്മേളനത്തെ ബഹിഷ്കരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആ ഒരു സമ്മേളനത്തിൽ ആരാണ് പങ്കെടുക്കാതിരുന്നത് താഴെ പറയുന്നവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഈ സമ്മേളനത്തെ ബഹിഷ്കരിച്ച് പോയ ആളുകൾ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വച്ചാണ്. എന്നാൽ ഇപ്പോൾ അത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ നിലവിലില്ല. അതർവൈസ് നോൺ എസ് എന്താണ്? സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ്, അതായത് ഒരു LDC LGS ലെവലിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് JB കൃപലാനി. JB കൃപലാനി ആണ് കേട്ടോ, V അല്ല, JB കൃപലാനി. ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഈ പറയുന്ന JB കൃപലാനി അതേപോലെ തന്നെ സച്ചിദാനന്ദ സിൻഹ ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണാണ്. കാരണം ഏറ്റവും പ്രായം കൂടിയ വ്യക്തി
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തെരഞ്ഞെടുത്തത് അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 1946 ഡിസംബർ 11. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് HC മുഖർജി. ഓക്കെ, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും രണ്ടു പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. HC മുഖർജി, VT കൃഷ്ണമാചാരി. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. 46 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാ ചോദിച്ചാൽ 47 ജാനുവരി 22 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം 46 ഡിസംബർ 13 അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47 ജാനുവരി 22. അപ്പൊ നമ്മൾ ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എന്നാണ് ക്യാബിനറ്റ് മിഷൻ രൂപീകൃതമായത്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ, ഓർത്തു വച്ചോ. 1946 ഡിസംബർ 6 ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായത് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6 എന്നാണ് ആദ്യ യോഗം ചേർന്നത്? ഇമ്പോർട്ടന്റ്, 46 ഡിസംബർ 9. അപ്പോൾ ആദ്യം എന്താണ് രൂപീകൃതമായത്? 46 ഡിസംബർ 6. 3 ദിവസം കഴിഞ്ഞു 1946 ഡിസംബർ 9 എന്ത് ചെയ്തു? ആദ്യ യോഗം ചേർന്നു. ആദ്യ യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്ര പേരാണ്? 207 പേരാണ് പങ്കെടുത്ത പ്രതിനിധികൾ. പങ്കെടുത്ത വനിതകൾ 9 പേരാണ്. ബഹിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് സമ്മേളനം എന്ത് ചെയ്തത്? ബഹിഷ്കരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തില് എവിടെ വെച്ചാണ് യോഗം ചേർന്നതെന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. ഇന്നതറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ്. ഇനി ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന JB കൃപലാനി. ഓക്കെ, ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണെന്ത്? ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹം എന്നാണ് ആയത്? 46 ഡിസംബർ 11. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജിയും VT കൃഷ്ണമാചാരി. എന്നാണ് നെഹ്റു ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് ലക്ഷ്യപ്രമേയത്തിന് പറയുന്നത്. അപ്പോൾ എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 46 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 47 ജാനുവരി 22. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത പാർട്ടിലേക്ക് പോവാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികൾ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 17 പേരാണ്. വനിതകൾ ഉൾപ്പെടെ 17 പേര്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 3 പേരാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 3 പേരാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളാണ്, നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. ഓക്കെ, അപ്പോ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളാണ് തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്ന് ഒരാളാണ് വന്നിരിക്കുന്നത്, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ചോദിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. മദ്രാസിൽ നിന്ന് K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM മുഹമ്മദ് ഇബ്രാഹിം, P ബോക്കർ, അതേപോലെ AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്. ഓക്കെ, മദ്രാസിൽ നിന്ന് എത്ര പേരാണ്? ഒന്നാമത്തെ മാധവ മേനോൻ, രണ്ടാമത്തെ P കുഞ്ഞിരാമൻ, മൂന്നാമത്തെ KT മുഹമ്മദ് ഇബ്രാഹിം, നാലാമത്തെയാണ് B ബോക്കർ, അഞ്ചാമത്തെ AK മേനോൻ, ആറാമത്തെ അബ്ദുൾ സത്താർ ഹാജി, ആറാമത്തെ ഏതിനാണ്? മുഹമ്മദ് ഇസ്മയിൽ സാഹിബാണ്. അപ്പോൾ ഇങ്ങനെ എത്ര പേരാണ്? 7 പേരാണ് മദ്രാസിൽ നിന്ന്. യുണൈറ്റഡ് പ്രോവിൻസസിൽ നിന്ന് ചോദിച്ചേക്കണ ചോദ്യമാണ്. ആരാണ്? ഡോക്ടർ ജോൺ മത്തായി ആണ്. യുണൈറ്റഡ്, അതായത് UPയിൽ നിന്ന് വന്നത് ഡോക്ടർ ജോൺ മത്തായി ആണ്. വനിതകൾ ആരൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആനി മസ്കറിൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ആനി മസ്കറിൻ. രണ്ടാമത്തെ ആളാണ് അമ്മു സ്വാമിനാഥൻ, അതേപോലെ തന്നെ ദാക്ഷായണി വേലായുധൻ. ഓക്കെ, ആദ്യമായി പ്രീ ഡിഗ്രി പാസ്സായിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. ദാക്ഷായണി വേലായുധൻ ആദ്യമായിട്ട് പ്രീ ഡിഗ്രി പാസ്സായ SC വനിത എന്നറിയപ്പെടുന്നതാണ് ദാക്ഷായണി വേലായുധൻ. ഒന്ന് ഓർത്തു വച്ചോ, ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 299 ആയിരുന്നു. ചിലപ്പോൾ ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ലെവലില് ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 299 ആണ്. 299 ആയത് എങ്ങനെയാ ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 മാറുകയാണ്. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് പ്രൊവിൻഷ്യയിൽ നിന്നും 296 നിന്നും 200 എത്രയായിട്ട് മാറി? 229 ആയിട്ട് മാറി. അതേപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങൾ 93 നിന്നും 70 ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 229 ആയത് എങ്ങനെയാ ചോദിച്ചാൽ എന്താണ്? ബ്രിട്ടീഷ് പ്രൊവിൻസസിലെ ആളുകൾ എന്തായിട്ട് മാറി? 229 മാറി. അതേപോലെ തന്നെ എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റിൽ 93 നിന്ന് 70 മാറി. അങ്ങനെയാണ് എത്രയായിട്ട് മാറിയത്? 299 എന്ത് ചെയ്യുന്നത്? ഇത് മാറുന്നത്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങൾ 17. വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം എത്രയായിട്ട് മാറുകയാണ്? 15 എണ്ണമായിട്ട് ചുരുങ്ങുകയാണ്. ഓക്കെ. അപ്പോൾ 17 വനിതകളിൽ എത്ര പേരായിട്ട് മാറുകയാണ്? വിഭജനത്തിന് ശേഷം 15 പേരായിട്ട് ചുരുങ്ങുകയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ 15 വനിതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അമ്മു സ്വാമിനാഥൻ, അടുത്തത് ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസ റസൂൽ, ദുർഗാബായ് ദേശ്മുഖ്, ഹൻസ് സജീവ് രാജ് മേത്ത, കമല ചൗധരി, ലീല റോയി, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജകുമാരി അമൃത് കൗർ, രേണുക റോയി, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇങ്ങനെ 15 പേരാണ് പിന്നീട് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉണ്ടായ വനിതകൾ എന്ന് പറയുന്നത്. 17 നിന്നും 15 ആയിട്ട് ചുരുങ്ങാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, എഴുതി വച്ചോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായിനി വേലായുധൻ. ദളിത് വനിതയാണ് ദാക്ഷായിനി വേലായുധൻ. ഇവരാണ് ആദ്യമായിട്ട് പ്രീ ഡിഗ്രി പാസ്സായ ദളിത് വനിത എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ദാക്ഷായിനി വേലായുധനാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ആനേനെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്ര. ചോദിച്ചേക്കണെയാണ് ഒരു LGSനും അതേപോലെ തന്നെ ഒരിക്കൽ LDCക്കും ചോദിച്ച ചോദ്യമാണ്. ബേസ് ആണ്, തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ എക്സാം തന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യത്തില്ല, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് BN റാവു. എത്ര പ്രാവശ്യമാണ് ഇത് ചോദിച്ചതെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ബനഗൽ രാമറാവു എന്നുള്ളതാണ് BR റാവു എന്ന് പറയുന്നത്. അപ്പോൾ BN റാവു ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ഉപദേഷ്ടാവായി തെരഞ്ഞെടുത്തത് BN റാവു. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആണ് HVR അയ്യങ്കാർ. ചോദിച്ചേക്കണെയാണ് HVR അയ്യങ്കാർ. ഇനി സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 47 നവംബർ 27. അതും ചോദിച്ചേക്കണെയാണ്. എന്ന് സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 47 നവംബർ 27. നിയമനിർമ്മാണ സഭയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ GV മാവലങ്കർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിയമനിർമ്മാണ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നിയമനിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ അത് GV മാവലങ്കർ ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 47 നവംബർ 17. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് BN റാവു. അപ്പോൾ ബീഗം ഐസ റസൂൽ, ഏക മുസ്ലിം വനിത. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. നിങ്ങൾക്ക് ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണത്. ഇനി നിങ്ങൾ ഇത് നോക്കിയിരുന്ന് വായിക്കാനുള്ള സമയമൊന്നും നിങ്ങൾ മെനക്കെടുത്തില്ല. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് കണ്ടുപോയി പഠിച്ചു പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ക്വസ്റ്റ്യൻ ബോർഡിൽ അത് സെറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അടുത്തത് ഭരണഘടനയുടെ രൂപീകരണം. അപ്പോൾ ഇനിയും നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി എന്ത് ചെയ്യുക? അംഗമാകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഭരണഘടനയുടെ രൂപീകരണം. ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം ചോദിച്ചു കഴിഞ്ഞാൽ 11 മാസം, അതായത് എടുത്ത സമയം 2 വർഷം
11 മാസം 18 ദിവസമാണ്. ഓക്കെ, അപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 2 വർഷം 11 മാസം അതേപോലെ തന്നെ 18 ദിവസമാണ് ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഭരണഘടനാ നിയമ നിർമ്മാണം രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി എടുത്ത സമയം എത്രയാണെന്നുള്ളത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. 2 വർഷം 11 മാസം 18 ദിവസം. പക്ഷേ നമ്മുടെ PSCയുടെ ഉത്തരപ്രകാരം എത്ര ദിവസം? 17 ദിവസമാണ്. ഓക്കെ, അപ്പോൾ 18 എന്നുള്ളതാണ് ശരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചാൽ മതി? ഭരണഘടന നിർമ്മിക്കാനായിട്ട് എടുത്ത സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 2 വർഷം 11 മാസം 17 ദിവസം. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, അതാണ് കറക്റ്റ്. ഓക്കെ, ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 64 ലക്ഷം രൂപയാണ്. ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്ന് ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഭരണഘടനാ നിർമ്മാണത്തിന് ചെലവായ തുക എന്ന് പറയുന്നത് 65 ലക്ഷം രൂപ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഓർത്തു വച്ചോ, 64 ലക്ഷം രൂപയാണ് ഭരണഘടനയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെലവായ തുക. 64 ലക്ഷം രൂപ. പൊതുജനാഭിപ്രായത്തിനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 48 ഫെബ്രുവരി 28-നാണ്. ഇനി ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്താ ചോദിച്ചാൽ അത് 1948 നവംബർ 4-നാണ് ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. 48 നവംബർ മാസം 9-ാം തീയതി വരെ ഭരണഘടനാ നിർമ്മാണ സമിതി അതിനുമേൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു. സമിതിയിൽ ഭരണഘടന രണ്ടാമതും വായിക്കപ്പെടുകയും 48 നവംബർ 15 മുതൽ 1949 ഒക്ടോബർ 17 വരെ അതുമായി ബന്ധപ്പെട്ട ഏകദേശം 7653 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുകയും അവയിൽ 2473 നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു ഭരണഘടനയൊക്കെ രൂപീകരിക്കാനായിട്ട് അത്രത്തോളം റിസ്ക് ആണ്. അപ്പോൾ നമ്മുടെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് എഴുതി തിട്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലുതും ബൃഹത്തായിട്ടുള്ള ഭരണഘടന ഇന്ത്യയുടേതായിട്ട് മാറിയത്. അപ്പോൾ ഈ സമിതി രണ്ടാമതും വീണ്ടും വായിച്ചതിനൊക്കെ ശേഷമാണ് ഇത് എന്ത് ചെയ്തത്? ഇത് നമ്മൾ നിലവിൽ സെറ്റ് ചെയ്ത് പോവാനൊക്കെ വന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി തവണ PSC ഇത് എന്ത് ചെയ്തേക്കുന്നതാണ്? നിലവിൽ ചോദിച്ചു പോയേക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ ഇത് എന്ത് ചെയ്യുക? കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം അടുത്തത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. 49 നവംബർ 26. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒത്തിരി തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ചിലപ്പോൾ എന്താണ് ഇനി നമുക്ക് ഈ വരുന്ന എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദേശീയ നിയമദിനം താഴെ പറയുന്നവയിൽ ഏത് ദിവസമാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ബേസ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഭരണഘടന ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 254 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അതൊക്കെ നമുക്ക് ബേസ് ആണ് കേട്ടോ. ഇതൊന്നും തെറ്റിക്കരുത് ഒരു കാരണവശാലും. 1950 ജനുവരി 26. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 26-നാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുക്കാനായിട്ട് ചരിത്രപരമായി ഒരു വസ്തുതയുണ്ട്. ജനുവരി 26 എന്തുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1929 ലാഹോർ സെക്ഷൻ പ്രകാരം 1930 ഇതേ ദിവസമാണ് എന്ത് പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറയുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ 1929 ലാഹോർ സെക്ഷൻ പ്രകാരം 1930 ഇതേ ദിവസം പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിച്ചു. ഇതേ തുടർന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി 1950 മുതൽ ജനുവരി 26 എന്തായിട്ട് പ്രഖ്യാപിച്ചത്? ഈ പറയുന്ന റിപ്പബ്ലിക് ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതൊക്കെ നമ്മൾ കോഡ് പഠിച്ചതാണ്. രാജുവും രാധയും സഹഗിരി വഴി ആരാണ്? ആ ഒരു കോഡൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ പ്രസിഡന്റുമാരെ ഓർത്തിരിക്കാനുള്ള കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കോഡൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം മെമ്മറി കോഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് പഠിച്ചു പോകാട്ടോ. ഓക്കെ,
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങൾ, 8 പട്ടിക, 22 ഭാഗം. മോസ്റ്റ്ലി റിപ്പീറ്റഡ്. എത്ര തവണ മക്കളെ ഇത് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പാടില്ല, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 395 അനുച്ഛേദങ്ങൾ, 8 പട്ടിക, 22 ഭാഗങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. മക്കളെ ഇത് ഇങ്ങനെ തന്നെ നോക്കിക്കോ. 395 അനുച്ഛേദമാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ അനുച്ഛേദത്തെ ആർട്ടിക്കിൾ എന്നും വകുപ്പ് എന്നും കൂടി നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ 395 അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ്. പട്ടികയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, പട്ടികയ്ക്ക് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പട്ടികയാണ്. എത്ര ഷെഡ്യൂളാണ്? 8 ഷെഡ്യൂൾ അല്ലെങ്കിൽ 8 പട്ടിക. ഇനി 22 പാർട്ടാണ് ഉണ്ടായിരുന്നത്, അതായത് 22 ഭാഗങ്ങൾ. അപ്പൊ 395, 8 ഷെഡ്യൂള്, 22 പാർട്ട്. ഓക്കെ, 395 ആർട്ടിക്കിള്, 8 ഷെഡ്യൂള്, 22 പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര അനുച്ഛേദവും എത്ര പട്ടികയും? ഇതും PSC എപ്പോഴും ചോദിക്കാറുണ്ട്. എത്രയാണ്? 470 അനുച്ഛേദം, അതായത് 470 ആർട്ടിക്കിള്. അതേപോലെ തന്നെ എത്രയാണ്? 22 പാർട്ടാണ് നമുക്കുള്ളത്. 22 എന്നുള്ളത് 25 പാർട്ടായിട്ട് കൂടുകയാണ്. ഓക്കെ, 25 പാർട്ടായി. അതേപോലെ തന്നെ 12 പട്ടിക. ഓക്കെ, 8 പട്ടിക എന്ന് പറയുന്നത് 12ലേക്ക് അത് മാറുകയാണ്. അപ്പോൾ ഇന്ന് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 470 ആർട്ടിക്കിള്, 12 പട്ടിക, 25 ഭാഗം. അങ്ങനെ തന്നെ പഠിച്ചു വച്ചോ, ഉറപ്പാണ്. 1 മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ നിന്ന് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും, അതായത് ആദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 395, 8, 22 എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് ഇന്ന് നിലവിൽ 470, 12, 25 ഇതും പഠിച്ചു വച്ചോ, ഉറപ്പാണ് 1 മാർക്ക്. നമുക്ക് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്. ചിലപ്പോഴൊക്കെ ഇത് ചോദിക്കാറുണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻറ്റുമാണ്. ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 മെയിലാണ് അംഗീകരിച്ചത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത്, എൻ്റെ പൊന്നെ ഇത് എത്ര തവണയാണ് ചോദിച്ചതെന്നുള്ളത് നമുക്കറിയത്തില്ല. അത്രത്തോളം തവണ മോസ്റ്റ്ലി റിപ്പീറ്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. പ്രീവിയസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക 47 ജൂലൈ 22 ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വച്ചോ ഇപ്പൊ തന്നെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്, ദേശീയ ഗാനം 50 ജനുവരി 24 ദേശീയ ഗാനം. അപ്പോൾ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക ജൂലൈ 22, ദേശീയ ഗാനം 50 ജനുവരി 24. ഇനി ദേശീയ ഗീതത്തെ എന്നാന്ന് ചോദിച്ചാൽ അതും സെയിം ഡേറ്റ് തന്നെയാണ്. എന്നാണ്? 1950 ജനുവരി 24 ദേശീയ ഗീതവും ദേശീയ ഗാനവും. എന്നാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ അത് 50 ജനുവരി 26 ദേശീയ മുദ്ര. ഇനി എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1957 മാർച്ച് 22. ബേസിക് ആണ് ഇത്, ഉറപ്പാണ്. 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 49 മെയിലാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക 47 ജൂലൈ 22 ദേശീയ പതാക 47 ജൂലൈ 22. ദേശീയ ഗാനമാണെങ്കിൽ 50 ജനുവരി 24, 50 ജനുവരി 24. ദേശീയ ഗാനവും ഗീതവും 50 ജനുവരി 24. ഇനി ദേശീയ മുദ്രയാണെങ്കിൽ 50 ജനുവരി 26. ദേശീയ കലണ്ടർ ആണെങ്കിൽ 57 മാർച്ച് 22. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോവാം. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? നമ്മുടെ നന്ദലാൽ ബോസ്. ഒരിക്കൽ 2017 LDC ഒക്കെ എഴുതിയ ഉദ്യോഗാർത്ഥിയാണ്, നിങ്ങൾക്കറിയാം. നന്ദലാൽ ബോസ് കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ LDC പലർക്കും നഷ്ടപ്പെട്ടത്. കാരണം അന്ന് GK പാർട്ടിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെവലിൽ ചോദിച്ച ചോദ്യമാണ് ഏതെന്ന് പറയുന്നത്. അതായത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെവലിൽ നമുക്കറിയാവുന്ന ചോദ്യമാണ് എന്ത്? നന്ദലാൽ ബോസ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്, ലേ ഔട്ട് തയ്യാറാക്കിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നന്ദലാൽ ബോസ് ആണ്. പക്ഷെ അന്ന് ചോദിച്ചത് ട്വിസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആയിരുന്നു. അന്ന് ചോദിച്ചത് ഇതാണ്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം താഴെ പറയുന്നവയിൽ ആരാണ് വരച്ചത്? അപ്പോൾ അത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നന്ദലാൽ ബോസ് ആയിരുന്നു. പിന്നീട് PSC അത് ചോദിച്ചത് ഗ്രാമീണ ചണ്ടക്കാരൻ മാറ്റി വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്ന ചിത്രം താഴെ പറയുന്നവയിൽ ആര് വരച്ചു? അതും നന്ദലാൽ ബോസ് തന്നെയാണ്. അപ്പോൾ PSC എന്തെങ്കിലുമൊക്കെ കരുതി കൂട്ടി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും അങ്ങ് പഠിച്ച് സെറ്റാക്കി അങ്ങ് പോവുക. ഓക്കെ, ഇനി ശാന്തിനികേതനിലെ കലാകാരന്മാരായ നന്ദലാൽ ബോസും റാം മനോഹർ സിംഗയുമായിരുന്നു തയ്യാറാക്കിയ ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി മനോഹരമാക്കി തീർത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസും റാം മനോഹർ സിംഗയുമായിരുന്നു. റാം മനോഹർ സിംഹ. ഓക്കെ, റാം മനോഹർ സിംഗയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറയുന്ന നമ്മുടെ ലേ ഔട്ട് ഗംഭീരമാക്കി മാറ്റിയ വ്യക്തികൾ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യനാണ്. ഓക്കെ, വസന്ത കൃഷ്ണ വൈദ്യനാണ് ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് തയ്യാറാക്കിയത്. ഭരണഘടന ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് മനോഹരമാക്കി തീർത്ത ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ആളാണ് ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയത്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കണ ബേസ് ആണ് കേട്ടോ. ഭരണഘടനയുടെ കൈയെഴുത്ത് തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻറേസ. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് നന്ദലാൽ ബോസ്. ശാന്തിനികേതനിലുള്ള ആളുകളായ നന്ദലാൽ ബോസും റാം മനോഹറുമാണ് ഇത് എന്ത് ചെയ്തത്? മനോഹരമാക്കാനായിട്ട് അത് ചെയ്തത്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യരാണ്. അതേപോലെ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയത് നന്ദലാൽ ബോസ്. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് പോവാം. ഒത്തിരി തവണ PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇത് എന്താന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര കമ്മിറ്റികളുണ്ട്? 22 കമ്മിറ്റികളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, കമ്മിറ്റി എന്നാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ 47 ഓഗസ്റ്റ് 22. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതെന്നാണ് നിയമിച്ചത്? 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇനി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് 2-3 വിശേഷങ്ങൾ കൂടി പഠിക്കാം. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന എന്നീ വിശേഷണങ്ങൾ എല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു, ആധുനിക ബുദ്ധൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താ ചോദിച്ചാൽ 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചതെന്ന 47 ഓഗസ്റ്റ് 29. എത്ര പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി. ഇവയെല്ലാം ആരിലാണ്? നമുക്ക് ഡോക്ടർ BR അംബേദ്കറിലാണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ആരാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. എനിക്ക് എപ്പോഴും പരാമർശിച്ചതെന്ന് അവരോട് നമ്മളൊരു ഉദ്യോഗാർത്ഥികൾ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചായിരുന്നു. ഇപ്പോഴും അത് ഇങ്ങനെ മിസ്റ്റേക്ക് ആവും. അപ്പോൾ പരാമർശിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസറുദ്ദീൻ അഹമ്മദ് ആണ്. കമ്മിറ്റിയിലെ അംഗങ്ങൾ 7 പേരാണ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ആള് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ആളാണ് KM മുൻഷി. KM മുൻഷി. മൂന്നാമത്തെ മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ. രാജിവെച്ചതിന് ശേഷം അവിടെ ആര് വന്നു? മാധവറാവു വന്നു കേട്ടോ. മാധവറാവു ആണ് രാജിവെച്ചതിന് ശേഷം വന്നത്. മിത്തറിന് പകരം മാധവറാവു. അതേപോലെ തന്നെ DP കെയ്ത്താന് പകരം 1947 ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് TT കൃഷ്ണമാചാരി ആ സ്ഥാനത്തേക്ക് വന്നത്. അപ്പൊ DP കെയ്ത്താന് പകരം ആര് വന്നു? TT കൃഷ്ണമാചാരി വന്നു. അപ്പൊ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 47 ഓഗസ്റ്റ് 29. ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അതേപോലെ തന്നെ എന്താണ്? BR അംബേദ്കർ
ചെയർമാനായി. അതേപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള മെമ്പേഴ്സാണ് KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കർ, BN മിത്തർ, DP കേത്താൻ. മാധവറാവു മിത്തർ രാജിവെച്ചതിന് ശേഷം TT കൃഷ്ണമാചാരി കേത്താൻ പോയതിനു ശേഷം, കേത്താന്റെ മരണത്തിന് ശേഷം TT കൃഷ്ണമാചാരിയും വന്നു. ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചവർ, അതും കൂടി നമുക്ക് പഠിച്ച ഇന്നത്തെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആവുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ, അതായത് ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ അത് KC വെയർ ആണ്. ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത് KC വെയർ ആണ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഒത്തിരി തവണ ചോദിച്ചാണ് കേട്ടോ. ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ KC വെയർ ആണ്. അതേപോലെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. അതേപോലെ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. ഐവർ ജെന്നിങ്സ്. ഓക്കെ, അപ്പോൾ ഐവർ ജെന്നിങ്സ് പറഞ്ഞാണ് ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത്. ഇനി ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് പറഞ്ഞത് മോറി ജോൺസൺ ആണ്. ബാർഗെയിനിങ് ഫെഡറലിസം മോറി ജോൺസൺ. ഇനി എക്സ്ട്രീംലി ഫെഡറൽ എന്ന് പറഞ്ഞത് പൗൾ അപ്ലെബി ആണ്. ഓക്കെ, പൗൾ അപ്ലെബി ആണ്. എക്സ്ട്രീംലി ഫെഡറൽ എന്ന് പറഞ്ഞത് പൗൾ അപ്ലബി ആണ്. നിയമങ്ങളുടെ പർദീസ എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ ഐവർ ജെന്നിങ്സ് ആണ്. നിയമങ്ങളുടെ പർദീസ. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ ക്വാസി ഫെഡറൽ KC വെയറും, അതേപോലെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. അതേപോലെ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസ്ഡ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സും, അതേപോലെ ബാർഗെയിനിങ് ഫെഡറലിസം മോറി ജോൺസൺ. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. വെറുതെ നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങളുടെ സമയം പാഴാക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് അഡീഷണൽ ആയിട്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇത്രയെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ആരും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനായിട്ട് പോകരുത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്തേക്കണം. മക്കളെ എന്തായാലും ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഉറപ്പായിട്ടും ഇനി ഒരു ജോലി കിട്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇനി ഇതിൽ നിന്നും കയറുക എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസവും, അതേപോലെ തന്നെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമുക്കിന്ന് അടുത്ത് പഠിക്കാനുള്ള നീതി ആയോഗിനെ കുറിച്ചാണ്. അതായത് എപ്പോഴും നീതി ആയോഗിനെ കുറിച്ച് ഒരു ചോദ്യമില്ലാത്ത നമുക്കൊരു PSC എക്സാം ഉണ്ടാവാറില്ല. അപ്പൊ നമുക്ക് നീതി ആയോഗിനെ കുറിച്ച് പഠിക്കാം. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നീതി ആയോഗ് എന്ന് വിളിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1 മുതലാണ് എന്ത് വന്നത്, ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ പേര്. അല്ലെങ്കിൽ ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ ചോദിച്ചാൽ അത് എന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. ഓക്കെ, ആസ്ഥാനം നീതി ഭവൻ, സൻസദ് മാർഗ്, ന്യൂഡൽഹിയാണ്. ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് നീതി ഭവൻ അല്ലെങ്കിൽ സൻസദ് മാർഗാണ്. എവിടെയാ, ന്യൂഡൽഹിയിലാണ്. ഗവൺമെന്റ് പ്രോഗ്രാമുകളും വികസന തന്ത്രങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സമിതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നീതി ആയോഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രോഗ്രാമുകളും വികസന തന്ത്രങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സമിതി നീതി ആയോഗ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നീതി ആയോഗ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ് നീതി ആയോഗിന്റെ എന്ത് ചെയ്തത്, ആദ്യ സമ്മേളനം നടന്നത്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ മക്കളെ, ടീം ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടീം ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതിന്റെ സമ്മേളനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെയാണ്, നീതി ആയോഗിന്റെ സമ്മേളനമാണ് ടീം ഇന്ത്യ എന്ന പേരിൽ
അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നീതി ആയോഗിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ചെയർപേഴ്സൺ എപ്പോഴും ആര് തന്നെയായിരിക്കും? പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നമുക്കറിയാം, നരേന്ദ്രമോദിയാണ് ഈ പറയുന്ന ഈ ഒരു നീതി ആയോഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്നെ. ഇനി ഗവേണിംഗ് കൗൺസിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതേപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ഉൾപ്പെട്ടതാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ എപ്പോഴും ആര് തന്നെയായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. നമ്മളറിയാം NDC വന്നപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൗൺസിലിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എന്നും ആര് തന്നെയായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ഗവേണിംഗ് കൗൺസിലിലാണ് ഈ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. ഇനി റീജിയണൽ കൗൺസിൽ ഒന്നോ അതിലധികമോ സംസ്ഥാന മേഖലകളെ ബന്ധിപ്പിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് റീജിയണൽ കൗൺസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നിശ്ചിത കാലത്തേക്കാണ് ഇവയുടെ രൂപീകരണം. പ്രധാനമന്ത്രിയാണ് ഇത് വിളിച്ചു ചേർക്കുന്നത്. അതായത് മേഖലയിലെ മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവരായിരിക്കും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ ആയിരിക്കും ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രത്യേക ക്ഷണിതാക്കൾ, ഓരോ മേഖലയിലും വിദഗ്ധരായ വ്യക്തികൾ സ്പെഷ്യൽ ഇൻവൈറ്റുകളായി കാണപ്പെടുകയും ചെയ്യും. മറ്റു പ്രവർത്തക അംഗങ്ങൾ എന്ന് പറയുന്നത് വൈസ് ചെയർപേഴ്സൺ, ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയാണ് വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്തിൻ്റെ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയാണുള്ളത്. ഫുൾ ടൈം മെമ്പർ ആണെങ്കിൽ സംസ്ഥാന മന്ത്രിമാരുടെ പദവി, പാർട്ട് ടൈം മെമ്പർ ആണെങ്കിൽ പരമാവധി 2 പേർ പ്രസിദ്ധ ഗവേഷണ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ എന്താണ് അസമാന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കും പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പരമാവധി 4 പേരായിരിക്കും ഇതിനകത്ത് വരുന്നത്. എക്സ് ഒഫീഷ്യോ മെമ്പർ പരമാവധി 4 പേര്. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗവൺമെന്റ് സെക്രട്ടറിയുടെ റാങ്ക് ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക്. ഇവരെ നിയമിക്കുന്നതെല്ലാം പ്രധാനമന്ത്രി ആയിരിക്കും. സെക്രട്ടേറിയറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. മറ്റ് വിഭാഗങ്ങളാണ് റിസർച്ച് വിങ്, പ്രാദേശിക വികസന രേഖകൾ തയ്യാറാക്കുന്നു. കൺസൾട്ടിംഗ് വിങ് എന്ന് പറയുന്നത് ആവശ്യാനുസരണം കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ നൽകുന്ന വിദഗ്ധ ഉപദേശം നൽകാനും അതേപോലെ തന്നെ വിദഗ്ധ സമിതികളെ സഹകരിപ്പിക്കാനും മേഖലകളുടെ ആവശ്യാനുസരണം പ്രശ്നപരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ടീം ഇന്ത്യ വിങ് എന്ന് പറയുന്നത് സംസ്ഥാന മന്ത്രിസഭകളെയും അതായത് സംസ്ഥാനത്ത് നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള ഏകോപിത പ്രവർത്തനമാണ് ടീം ഇന്ത്യ വിങ് എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ മന്ത്രിസഭയ്ക്കും നീതി ആയോഗിൽ പ്രാതിനിധ്യമുണ്ടെന്ന് ഉറപ്പാക്കുന്നു. നീതി ആയോഗ് സംസ്ഥാന മന്ത്രിസഭകളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയും വികസന സംബന്ധമായ വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ മധ്യവർത്തിയായി നിലകൊള്ളുന്നു. ഭരണ നേതൃത്വം അധ്യക്ഷൻ എപ്പോഴും ഇപ്പോൾ നിലവിലത്തെയാണ് ഞാൻ പറയുന്നത്. ഭരണ നേതൃത്വം അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഭരണ നേതൃത്വം അധ്യക്ഷൻ നരേന്ദ്രമോദി. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ കെ ബെറിയാണ്. അത് എപ്പോഴും മാറും. നമുക്ക് എക്സാമിന് മുമ്പൊക്കെ വീണ്ടും എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പോവാം. ആദ്യം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? അരവിന്ദ് പനഗരിയാണ്. രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചാൽ രാജീവ് കുമാറാണ്. CEO ആരാന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യമാണ്. ആദ്യത്തെ ആരാന്ന് ചോദിച്ചാൽ അത് സിന്ധുശ്രീ ഖുള്ളറാണ്. രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചാൽ അമിതാഭ് കാന്ത് ആണ്. നീതി ആയോഗിന്റെ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അതായത് ഭരണ നേതൃത്വം ആർക്കാണ്? നരേന്ദ്രമോദി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഭരണത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയാണ് ഭരണ നേതൃത്വം. ഉപാധ്യക്ഷൻ സുമൻ കെ ബെറിയാണ്. ഇപ്പോഴത്തെ സുമൻ കെ ബെറിയാണ്. ആദ്യത്തെ ആരാന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചാൽ രാജീവ് കുമാർ. രാജീവ് കുമാർ. CEO ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം. CEO ഇപ്പോഴത്തെ BVR സുബ്രഹ്മണ്യം. ആദ്യത്തെ ആരാന്ന് ചോദിച്ചാൽ സിന്ധുശ്രീ ഖുള്ളർ. സിന്ധുശ്രീ ഖുള്ളർ. രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചാൽ അമിതാഭ് കാന്താണ്. അമിതാഭ് കാന്ത്. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മുൻഗണന നൽകേണ്ട ദേശീയ വികസന ലക്ഷ്യങ്ങൾ, കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം, അതേപോലെ തന്നെ കരുത്തുള്ള സംസ്ഥാനങ്ങൾ കരുത്തുള്ള രാജ്യം സൃഷ്ടിക്കുന്നു എന്നാൽ സങ്കല്പത്തോടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. ചിലപ്പോൾ എങ്ങാനും ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ, കരുത്തുള്ള സംസ്ഥാനങ്ങൾ കരുത്തുള്ള രാജ്യം സൃഷ്ടിക്കുന്നു എന്നാൽ സങ്കല്പത്തോടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ
ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ ഗ്രാമീണ തലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കി നടപ്പിലാക്കുകയും അത് ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക. സാമ്പത്തിക വികസനങ്ങളുടെ സത്ഫലങ്ങൾ ചെന്നെത്താത്ത സാമൂഹ്യ വിഭാഗങ്ങൾക്കുമേൽ സജീവ ശ്രദ്ധ പതിപ്പിക്കുകയും വികസന സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ദീർഘകാല വികസന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും കൂറുമാറ്റ രീതിയിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. സമാന ചിന്താഗതിയുള്ളവരുടെ ഏകോപനത്തിലൂടെയും സഹകരണത്തിലൂടെയും നയപരമായ മുന്നേറ്റത്തിന് സാഹചര്യം ഒരുക്കുക. അതേപോലെ തന്നെ അന്താരാഷ്ട്ര വിദഗ്ധരുടെ സഹകരണത്തോടെ വ്യാവസായിക ഉന്നമനത്തിന് സാഹചര്യമൊരുക്കുക. അന്താരാഷ്ട്ര വിദഗ്ധരുടെ സഹകരണത്തോടെ വ്യാവസായിക ഉന്നമനത്തിന് സാഹചര്യമൊരുക്കുക. സാങ്കേതിക നവീകരണത്തിലൂടെ വികസന പ്രോഗ്രാമുകൾ യാഥാസ്ഥ്യമാക്കുന്ന വിധത്തിൽ മറ്റേതെങ്കിലും നടപടികൾ ആവശ്യമായി വരുന്നുവെങ്കിൽ അവ കണ്ടെത്തി നടപ്പാക്കുക. ദേശീയ വികസന അജണ്ടയും മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. ഇനി അത്രയും കാര്യങ്ങളാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അങ്ങനെ ചോദിക്കാറില്ല. എങ്ങാനും ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ നോട്ട്സ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എങ്ങാനും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ കൺഫ്യൂഷനിലേക്ക് പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഒരാളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദ് പനഗരിയ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് ഇന്ത്യ ദ എമർജിങ് ജയന്റ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഇന്ത്യ ദി എമർജിങ് ജയന്റ് എന്ന് പറയുന്ന പുസ്തകം താഴെ പറയുന്നവയിൽ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ്. ഏതെന്ന് പറയുന്നത് ഇന്ത്യ ദി എമർജിങ് ജയന്റ് എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. അമിതാഭ് കാന്തിന്റെ പ്രശസ്തമായ മറ്റു പുസ്തകങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ഇന്ത്യ ഇൻക്രെഡിബിൾ സ്റ്റോറി എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ ബ്രാൻഡിങ് ഇന്ത്യ എന്ന് പറയുന്നത് അമിതാഭ് കാന്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അമിതാഭ് കാന്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രാൻഡിങ് ഇന്ത്യ, അതേപോലെ തന്നെ ഇന്ത്യ ഇൻക്രെഡിബിൾ സ്റ്റോറി എന്ന് പറയുന്നത് അമിതാഭ് കാന്തിന്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ മക്കളെ 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അതിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആസ്ഥാനം എവിടെയാ? നീതി ഭവൻ അല്ലെങ്കിൽ സൻസദ് മാർഗ് ന്യൂഡൽഹിയാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് പ്രോഗ്രാമുകളിൽ വികസന തന്ത്രങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഗവൺമെന്റ് സമിതിയാണ് നീതി ആയോഗ്. പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ നീതി ആയോഗ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 2015 ഫെബ്രുവരി 8 നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം ടീം ഇന്ത്യ. ഇനി നമുക്കറിയാം നീതി ആയോഗിന്റെ ഘടന നമ്മൾ പറഞ്ഞു. പ്രധാനമന്ത്രി ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ. അതേപോലെ തന്നെ റീജിയണൽ കൗൺസിലിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു, മറ്റ് പ്രവർത്തക അംഗങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായി പറഞ്ഞു. ടീം ഇന്ത്യ വിങ് എന്ന് പറയുന്നത് സംസ്ഥാന മന്ത്രികളെയും അതായത് സംസ്ഥാനത്ത് നിന്നുള്ള പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയുള്ള ഏകോപിത പ്രവർത്തനത്തെയാണ് ടീം ഇന്ത്യ വിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഭരണ നേതൃത്വം നീതി ആയോഗിന്റെ വഹിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ സുമൻ കെ ബറി ആണ്. ആദ്യം അരവിന്ദ് പനഗരി ആയിരുന്നു അതിന്റെ ഉപാധ്യക്ഷൻ. രണ്ടാമത് രാജീവ് കുമാറാണ്. ഇന്ന് ആരാന്ന് ചോദിച്ചാൽ സുമൻ കെ ബറി. ഇനി സിഇഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ സിഇഒ. ആദ്യത്തെ സിന്ധു ശ്രീ കുള്ളറാണ്. രണ്ടാമത്തെ അമിതാഭ് കാന്താണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. മുൻഗണന നൽകേണ്ട ദേശീയ വികസന ലക്ഷ്യങ്ങളിൽ കേന്ദ്രീകൃത സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം, ഇതാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വളരെ വ്യക്തമായി പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യ ദി എമർജിങ് ജയന്റ് ആരുടെ ബുക്കാന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ് ഇന്ത്യ ദി എമർജിങ് ജയന്റ്. അതേപോലെ അമിതാഭ് കാന്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് എന്തെന്ന് പറയുന്നത് ബ്രാൻഡിങ് ഇന്ത്യ, അതേപോലെ തന്നെ ഇൻക്രെഡിബിൾ സ്റ്റോറി എന്ന് പറയുന്നത് അമിതാഭ് കാന്തിന്റെ പുസ്തകങ്ങളാണ്. ബ്രാൻഡിങ് ഇന്ത്യ, ഇൻക്രെഡിബിൾ സ്റ്റോറി. വളരെ വ്യക്തമായെന്ന് കരുതുന്നു ഈ ഒരു പോർഷൻ. നമുക്ക് നേരെ എക്കണോമിക്സിലേക്ക് പോകാം. എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമ്മുടെ
മലയാളത്തിലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം. കാരണം കുറെ നേരം ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ. എന്ത് ചെയ്യാം, മലയാളത്തിലെ നമുക്ക് തൂലികാ നാമങ്ങളൊന്ന് നോക്കാം. കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കോവിലൻ. കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. ഒത്തിരി തവണ ചോദിച്ചാണ് കേട്ടോ. കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പൻ. കട്ടക്കയം. കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കട്ടക്കയം. കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലകൃഷ്ണ പിള്ള. ചെറുകാട് C ഗോവിന്ദ പിഷാരടി. ഒത്തിരി തവണ ചോദിച്ചാണ്. ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ചെറുകാട് C ഗോവിന്ദ പിഷാരടി. ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ ആരാ? കൃഷ്ണപിള്ള. തിക്കൊടിയൻ P കുഞ്ഞനന്ദൻ നായരാണ്. തിക്കൊടിയൻ P കുഞ്ഞനന്ദൻ നായർ. തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ളയാണ്. തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലൻ. പാറപ്പുറത്ത് KE മത്തായി. ഒത്തിരി തവണ ചോദിച്ചാണ്ടോ. പാറപ്പുറത്ത് KE മത്തായി ആണ് പാറപ്പുറത്ത്. പമ്മൻ R പരമേശ്വരൻ നായരാണ് പമ്മൻ. P എന്ന പേരിൽ അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. P എന്ന പേരിൽ അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. ചെറുകാട് C ഗോവിന്ദ പിഷാരടി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിക്കൊടിയൻ P കുഞ്ഞനന്ദൻ നായർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നന്ദനാർ PC ഗോപാലനാണ് നന്ദനാർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. കട്ടക്കയം ചെറിയാൻ മാപ്പിള. കേസരി ബാലകൃഷ്ണ പിള്ള. ചെറുകാട് C ഗോവിന്ദ പിഷാരടി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. തിക്കൊടിയൻ P കുഞ്ഞനന്ദൻ നായർ. തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള. നന്ദനാർ PC ഗോപാലൻ. പാറപ്പുറത്ത് KE മത്തായി. പമ്മൻ R പരമേശ്വരൻ നായർ. P കുഞ്ഞിരാമൻ നായർ. ഇനി നമുക്ക് അപരനാമങ്ങൾ നോക്കാം. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേരള സൂർദാസ് ഒത്തിരി തവണ ചോദിച്ചിട്ടാണ്. കേരള സൂർദാസ് പൂന്താനമാണ് കേരള സൂർദാസ്. കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജവർമ്മയാണ്. കേരള ക്ഷേമേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വടക്കംകൂർ രാജവർമ്മ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കേരള ടാഗോർ വള്ളത്തോൾ ചോദിച്ചേക്കണെയാണ് ഒത്തിരി തവണ. കേരള ടാഗോർ വള്ളത്തോൾ. കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കംകൂർ രാജവർമ്മ. കേരള ഹർഷൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് ചോദിച്ചേക്കണെയാണ് ആരാണ്? രാജലക്ഷ്മിയാണ്. കേരള എമിലി ബ്രോണ്ടി. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള. കേരള മാർട്ടോയിൻ ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. കേരള മാർട്ടോയിൻ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കേരള മാർട്ടോയിൻ. മലയാളത്തിലെ ജോൺ ഗന്ധർ അതും ചോദിച്ചേക്കണെയാണ്. മലയാളത്തിലെ ജോൺ ഗന്ധർ ആണ് SK പൊറ്റക്കാട്. മലയാളത്തിലെ ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് എന്തെന്ന് പറയുന്നത് മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മലയാളത്തിന്റെ എന്തെന്ന് പറയുന്നത് ഓർഫ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഓക്കെ, ഇനി നമുക്ക് നേരെ പഞ്ചവത്സര പദ്ധതികളിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോറിൻ വേർഡ്സ് പഠിക്കാം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബോറടിച്ചിരുന്ന് പഠിക്കാതെ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ട് അതിനെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് അത് ഇരിക്കത്തുള്ളൂ. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്താണ് സാറെ കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകാന്ന്. കാരണം ഒരേ ടോപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്, ഒരു നവോത്ഥാന നായകൻ, അതേപോലെ തന്നെ കുറച്ച് ഫോറിൻ വേർഡ്സ്, കുറച്ച് അപരനാമങ്ങൾ, അതേപോലെ തന്നെ കുറച്ച് ഈ പറയുന്ന ഇഡിയംസ്, കുറച്ച് ഫ്രേസ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഗ്യാപ്പ് ഇട്ട് പല പല സബ്ജക്റ്റുകളിലൂടെ കേടി ഇറങ്ങി പോവുക. നമ്മുടെ എന്ത് ചെയ്യുക, മൊത്തത്തിൽ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യണം, ഒരു കണക്കുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യണേ, എഴുതി വെക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റേഞ്ചിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ പലത് ഷഫിൾ ചെയ്ത് നമ്മുടെ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിൽ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? കാരണം നിങ്ങളുടെ ഫുൾ ഇഷ്ടവും അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്ന ലെവലിലാണ് നമ്മുടെ ഓരോ ക്ലാസ്സും പോകാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി
പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചവത്സര പദ്ധതിയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ് ചോദിച്ചാൽ 1951 മുതൽ 56 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി ഉദയം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ USSRലാണ്. ജോസഫ് സ്റ്റാലിനായിരുന്നു അതിൻ്റെ ഉപജ്ഞാതാവ്. ഇതൊക്കെ നമുക്ക് ബേസ് ആയിട്ടുള്ള പോയിന്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി എന്ത് ചെയ്താണ് റഷ്യൻ റവല്യൂഷനിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതൊന്നും ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഉൾപ്പെടുത്താത്തത്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെയും. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷനായിരുന്നു നെഹ്റു. ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. 1953 ഗുൽസാരിലാൽ നന്ദ നിയമിച്ചത്. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിക്കായിരുന്നു. അതായത് ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നവയിൽ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയ മലയാളി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയ മലയാളി ആരാന്ന് ചോദിച്ചാൽ അതാണ് KN രാജൻ. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് KN രാജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി, കരട് തയ്യാറാക്കിയ മലയാളി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ KN രാജനാണ്. അദ്ദേഹമാണ് തൃശ്ശൂർ സ്വദേശി. അപ്പോൾ തൃശ്ശൂർ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക തൃശ്ശൂരുകാരുടെ. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബറിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും വാദിച്ചത് KN രാജനാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അതായത് ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും അതേപോലെ ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് വാദിച്ച ആളാണ് KN രാജൻ. കൃഷി, ജലസേചനം, വിലസ്ഥിരത, വൈദ്യുതി, ഗതാഗതം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതിയായിരുന്നു ഏതെന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേര് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഹരോഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഹരോഡ് ഡോമർ മാതൃക താഴെ പറയുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഹരോഡ് ഡോമർ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ഭാവിയിൽ വലിയ പദ്ധതികൾക്കായി കഴിയുന്നത്ര മൂലധനം എന്ത് ചെയ്യുക, ലാഭിക്കുക, ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക, വിദേശകാര്യത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, അതേപോലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക. ഇതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? അതായത് എന്താണ് ഒന്നാമത്തെ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെയാണ് ഭാവിയിൽ വലിയ പദ്ധതികൾക്കായി കഴിയുന്നത്ര മൂലധനം ലാഭിക്കുക. അതേപോലെ തന്നെ എന്താണ് ആളോഹരി വരുമാനം എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക, വിദേശകാര്യത്തെ ആശ്രയിക്കുന്നത് എന്ത് ചെയ്യുക, കുറയ്ക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക. ഇതൊക്കെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നു. 1951 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത്, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO നിലവിൽ വന്നത് 1951
നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അതായത് NDC രൂപീകരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1952 ഓഗസ്റ്റ് 6-നാണ് എന്ത് ചെയ്തത് NDC എന്ത് ചെയ്തത് നിലവിൽ വന്നത്. 1952 ഓഗസ്റ്റ് 6 ഇമ്പോർട്ടൻ്റ് ആണ്. 1952 ഒക്ടോബർ 2-ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP കുടുംബാസൂത്രണവും ആരംഭിച്ചത് ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പൊ CDP നിലവിൽ വന്ന എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ന് തന്നെയാ 1952 ഒക്ടോബർ 2. ഇനി CDP ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഹ്റു ആണ്. PDP അല്ല കേട്ടോ, CDP ആണ്. അത് ക്വസ്റ്റ്യനിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ്. CDP ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നെഹ്റു ആണ്. CDPയുടെ ലക്ഷ്യമാണ് ഗ്രാമവികസനമാണ്. CDPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമവികസനമാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നമുക്കറിയാം. CDP എന്ന് പറയുന്നത് 52 ഒക്ടോബർ 2 ഇന്ത്യയുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനായ മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വന്നത് 53 ഡിസംബർ 28. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ ഒന്നാം പഞ്ചവത്സര പദ്ധതിയോടനുബന്ധിച്ചാണ് കേരളത്തിൽ എന്തു വന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 5 IITകളുടെ രൂപീകരണത്തിന് കാരണമായത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഉറപ്പായിട്ടും ചോദിക്കും മക്കളെ, അതുകൊണ്ട് എന്ത് ചെയ്താ പഠിച്ചു വെച്ചേക്കുക. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി ഈ 5 IITകളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് നിലവിൽ വന്നത് 1955. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഈ കാലയളവിൽ ആരംഭിച്ച പ്രധാന അണക്കെട്ടുകളാണ്, ഒരിക്കൽ ചോദിച്ചാണ് PSC, ഹിരാക്കുഡ്, മഹാനദി, ഒഡീഷ, ഫക്രാനങ്കൽ, സത്ലജ് എന്നിവ ഏത് സമയത്താണ്? ഈ ഒരു സമയത്താണ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലയളവിൽ ആരംഭിച്ച പ്രധാന അണക്കെട്ടുകളാണ് ഹിരാക്കുഡ് എന്ന് പറയുന്നത് ഏത് നദിയിലാ? മഹാനദിയിലാണ് ഹിരാക്കുഡ്. അതേപോലെ തന്നെ അടുത്തതാണ് ഫക്രാനങ്കൽ എവിടെയാ? സത്ലജിലാണ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താ? പഞ്ചാബിലാണ്. ഓക്കെ, അപ്പോൾ ഹിരാക്കുഡ് മഹാനദി, ഒഡീഷ, ഫക്രാനങ്കൽ സത്ലജ്, പഞ്ചാബ്. ഒന്ന് ഓർത്തു വച്ചോ, ഒരു മാർക്ക് ചിലപ്പോൾ ചോദിക്കാം ഈ ഒരു ഭാഗത്ത് നിന്ന്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് താഴെ പറയുന്നവയിൽ ആരാണ്? ഇങ്ങനെ തന്നെ ചോദിച്ചു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു ആണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞു. ഇത് ഏത് അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞത്? ഫക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത്. അതായത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ഫക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടന വേളയിലാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത്. പദ്ധതിയുടെ അവസാന 2 വർഷങ്ങളിൽ മികച്ച ഇളവ് ലഭിച്ചതിനാൽ ഇത് വിജയകരമായ പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. അഭയാർത്ഥികളുടെ പുനരധിവാസം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, വില നിയന്ത്രണം എന്നീ ലക്ഷ്യങ്ങൾ ഏറെക്കുറെ നേടിയിരുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. അടിസ്ഥാന ലക്ഷ്യങ്ങളായിരുന്നു ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക, അതേപോലെ തന്നെ ദേശീയ വരുമാനം ഉയർത്തുക എന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഈ പദ്ധതി എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും വിജയിച്ചില്ല. എന്നിരുന്നാലും ഈ പദ്ധതി എന്ന് പറയുന്നത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതൽ കൈവരിച്ച പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. കാരണം 3.26 ആണ് കൈവരിച്ചത്. എത്രയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? 2.1 ആണ് പ്രതീക്ഷിച്ചത്. 3.6 വളർച്ചാ നിരക്ക് എന്ത് ചെയ്യാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 51 to 56 ആണ്. അത് ആരാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അതേപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 51 to 56.
ആരായിരുന്നു ഉപാധ്യക്ഷൻ? ഗുൽസാരിലാൽ നന്ദ. കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതേപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അല്ലെങ്കിൽ കരട് രേഖ തയ്യാറാക്കിയ മലയാളി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആരാണ്? KN രാജൻ. ഏത് ജില്ലാക്കാരനാണ്? തൃശ്ശൂർ ജില്ലാക്കാരനാണ്. അതേപോലെ കൃഷി, ജലസേചനം, സ്ഥിരത, വൈദ്യുതി ഗതാഗതം എന്നിവയിൽ കേന്ദ്രീകരിച്ചു. ഈ ഒരു പദ്ധതി അറിയപ്പെട്ടിരുന്ന മാതൃകയാണ് ഹരോഡ് ഡോമർ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? കുടുംബാസൂത്രണം, അതേപോലെ തന്നെ എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ വന്നു, അതേപോലെ CDP നിലവിൽ വന്നു. അതേപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 IIT-കളായിട്ടുള്ള ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി രൂപം നൽകി. മഹാനദി ഒഡീഷയിൽ വന്നു. അതേപോലെ തന്നെ എന്താണ് മഹാനദി, അതായത് നമ്മുടെ മഹാനദി ഒഡീഷ ഫക്രാനങ്കൽ. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന 2 ഡാമുകളായിട്ടുള്ള ഹിരാക്കുഡ് ഡാം വന്നു മഹാനദിയിലെ ഒഡീഷ. അതേപോലെ ഫക്രാനങ്കൽ വന്നു സത്ലജ് പഞ്ചാബ്. ഇതൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു. അതേപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി വളർച്ചാ നിരക്ക് ഉദ്ദേശിച്ചത് 2.1 ആയിരുന്നു. പക്ഷെ കൈവരിച്ചത് 3.6 എന്ത് ചെയ്യാണ്? കൈവരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 1956 ടു 1961. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷനാണ് നെഹ്റു. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചേക്കണേ കേട്ടോ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ വ്യാവസായിക നയം 1956. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ് 1956. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന 1956 വ്യാവസായിക നയപ്രമേയം എന്നിവയൊക്കെ ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കൃഷിക്ക് കുറഞ്ഞ മുൻഗണന നൽകി ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതി. അതായത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്? കൃഷിക്കായിരുന്നു പ്രാധാന്യം നൽകിയത്. പക്ഷേ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. എന്തെന്ന് പറയുന്നത്? നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇനി ആ പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഹരോഡ് ഡോമറാണ്. രണ്ടാമത്തെ മാതൃക എന്താ ചോദിച്ചാൽ എന്താണ്? അതാണ് മഹലനോബിസ് മാതൃകയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക ഏത് രൂപത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് രൂപത്തിലാണ്? മഹലനോബിസ് മാതൃകയിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതായത് നമുക്കറിയാം ആരാണ് അവതരിപ്പിച്ചത്? അത് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് ഇത് അവതരിപ്പിച്ചത്. ദേശീയ ഹൈവേ നിലവിൽ വന്ന വർഷം 1956 ദേശീയ ഹൈവേ, അതായത് നാഷണൽ ഹൈവേ ആക്ട് 1956 നിലവിൽ വരുന്നു. അതേപോലെ തന്നെ എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു എന്തൊക്കെ? വ്യാവസായിക പുരോഗതി. അതേപോലെ തന്നെ എന്താണ് വ്യാവസായിക പുരോഗതി ആയിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് ഗതാഗത പുരോഗതി, പിന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ, അതേപോലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക. ഇതൊക്കെയായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് വ്യാവസായിക പുരോഗതി. ഒന്ന് വ്യാവസായിക പുരോഗതി, രണ്ടാമത് ഗതാഗത പുരോഗതി. അടുത്തത് പറയുന്നതാണ് എന്ത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്താണ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു എന്തിൻ്റെ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അത് നിലവിൽ വന്നത്, അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമായിട്ടുള്ള ഏതെന്ന് പറയുന്ന കമ്പനീസ് ആക്ട്. ഓക്കെ, കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെയും നാഷണൽ എക്സിറ്റ് സർവീസിനെയും കുറിച്ച് പഠിക്കാനും പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനുമായി 1957 കമ്മിറ്റി രൂപീകരിച്ചു.
DRDO അതേപോലെ കമ്മിറ്റി രൂപീകരിച്ചു. അതേപോലെ തന്നെ എന്താണ് DRDO നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. DRDO നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെ വാർത്താവിനിമയ പുരോഗതി എന്നറിയപ്പെടുന്നതും 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് TV സംപ്രേഷണം ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് TV സംപ്രേഷണം ആരംഭിച്ചത് 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് TV സംപ്രേഷണം. അതേപോലെ തന്നെ 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചേക്കുന്നതാണ്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രൂപം കൊണ്ട ഇരുമ്പുരുക്കുശാലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. അപ്പോൾ ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ചോദിച്ചേക്കണെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രൂപം കൊണ്ട ഇരുമ്പുരുക്കുശാലകളാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. PC മഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. നമുക്കറിയാം PC മഹലനോബിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. 1893 കൽക്കട്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. സാംഖ്യം എന്ന വിഷയത്തിൽ നൽകിയിരുന്ന സംഭാവനയാണ് അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കിയത്. പ്രശസ്തരുടെ സംഘടനയായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി മഹലനോബിസ് അംഗമായത് 1946. ലോകപ്രസിദ്ധനായ സ്ഥിതിവിവര ശാസ്ത്ര നിപുണൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ലോകപ്രസിദ്ധനായ സ്ഥിതിവിവര ശാസ്ത്ര നിപുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത് PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് PC മഹലനോബിസ്. പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവ്. സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന നയങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടനുസൃതമായി പുതിയ വ്യാവസായിക നയം അംഗീകരിച്ച വർഷമാണ് 1956 എന്ന് പറയുന്നത്. 1956 പുതിയ വ്യാവസായിക നയം അദ്ദേഹം എന്ത് ചെയ്യാണ്, അംഗീകരിക്കുകയാണ്. 1956 നിലവിൽ വന്ന വ്യാവസായിക നയം വ്യവസായങ്ങളെ 3ആയി തരംതിരിച്ചു. അതിൽ ഒന്നാണ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വ്യവസായങ്ങൾ. സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വ്യവസായങ്ങൾ. അതായത് 1956 വന്ന വ്യാവസായിക നയം വ്യവസായങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വ്യവസായങ്ങൾ, രണ്ടാമത്തെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായങ്ങൾ, അടുത്തതാണ് അവശേഷിക്കുന്ന മറ്റു തരത്തിലുള്ള സ്വകാര്യ വ്യവസായങ്ങൾ. ഇങ്ങനെ 3ആയിട്ട് എന്ത് ചെയ്യാറുന്നു നമ്മുടെ വ്യവസായങ്ങളെ തരംതിരിച്ചു. ഈ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എത്രയായിരുന്നു ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കെന്ന് ചോദിച്ചാൽ എത്രയാണ്? 4.5 എന്ത് ചെയ്തത് ലക്ഷ്യമിട്ടത്. പക്ഷേ കൈവരിച്ചതെന്ന് പറയുന്നത് 4.27 കൈവരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ചോദിക്കാറില്ല. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5, കൈവരിച്ച എത്രയാണെന്ന് ചോദിച്ചാൽ 4.27. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മെയിനായിട്ടെന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1956 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യാവസായിക നയം 1956, അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ. ഇനി നമ്മൾ പറഞ്ഞു ഈ സമയത്ത്, അതായത് കൃഷി കുറഞ്ഞ മുൻഗണന നൽകി ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതി. അതേപോലെ തന്നെ ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നു. നാഷണൽ ഹൈവേ ആക്ട് 1956 വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യാവസായിക പുരോഗതി, ഗതാഗത പുരോഗതി, മിശ്ര സമ്പദ് വ്യവസ്ഥ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക. ആ സമയത്താണ് നിലവിൽ വന്നത് എന്തൊക്കെ? DRDO ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം, അതേപോലെ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രൂപം കൊണ്ട ഇരുമ്പുരുക്കുശാലയാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂര്. അതേപോലെ തന്നെ എന്താണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് PC മഹലനോബിസിനെ കുറിച്ച്. അതായത് എന്തൊക്കെയാണ്? ലോക പ്രസിദ്ധനായ വിവരശാസ്ത്ര നിപുണൻ, അതേപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്
അതേപോലെ തന്നെ എന്താണ് അദ്ദേഹം സാംഖ്യകം എന്ന വിഷയത്തിൽ നൽകിയ സംഭാവനയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇതോടുകൂടി നമ്മുടെ പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യാണ്, തീരുകയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ ശാസ്ത്രവും നേടുക. ഓക്കെ, അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്നതാണ് ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും അതേപോലെ തന്നെ എന്താണ് വ്യവസായ സ്വാശ്രയത്വവും, ശാസ്ത്രമല്ല വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്നതാണ് എന്തിൻ്റെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. അവസാനിക്കുമ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ ആരായിരുന്നു, അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ആരായിരുന്നു അവസാനിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുമ്പോഴാണ് ആരെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു, അത് നെഹ്റു ആയിരുന്നു. ഇനി ആരാണ് അവസാനിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാ ഗാന്ധിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി എന്നും നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്നും അഭിപ്രായപ്പെട്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി, അതേപോലെ തന്നെ നെഗറ്റീവ് വളർച്ചാ നിരക്ക്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരാജയപ്പെട്ടു, അതേപോലെ തന്നെ എന്താണ് നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൊണ്ടുവന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാ, അതാണ് ഏത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ആയിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ യോജന എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ, മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന ഗാഡ്ഗിൽ മോഡൽ യോജന എന്നറിയപ്പെടുന്നതും മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഗാഡ്ഗിൽ മോഡൽ യോജന എന്നറിയപ്പെടുന്ന പദ്ധതി 3. ആദ്യ 2 പദ്ധതികളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക ഉൽപാദനം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ പരിമിതപ്പെടുത്തുന്ന ഘടകമായി കാണപ്പെട്ടു. കയറ്റുമതിയെയും വ്യവസായത്തെയും പിന്തുണയ്ക്കുന്നതിന് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി. ഇതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധവും അതേപോലെ തന്നെ 1965 ഇന്ത്യ പാക് യുദ്ധമാണ്. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങളായിരുന്നു ഒന്ന് 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും. ഇത്തരം പ്രശ്നങ്ങൾ കാരണം പിന്നീടുള്ള ഘട്ടത്തിലെ സമീപനം വികസനത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് മാറുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധമാണ് അത്രത്തോളം എന്ത് ചെയ്തത്, ആ ഒരു പഞ്ചവത്സര പദ്ധതി ഇത്രയും കോട്ടം തട്ടുന്നതിനുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോയത്. ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. തൽബലമുണ്ടായ പണപ്പെരുപ്പം, ചിലവ് വർദ്ധിച്ചു. അതേപോലെ ഈ കാലയളവിൽ ധാരാളം ഡാമുകളും അതേപോലെ തന്നെ വള പ്ലാന്റുകളും സിമെന്റ് നിർമ്മാണ പ്ലാന്റുകളും ഇന്ത്യയിൽ നിർമ്മിച്ചു. അപ്പോൾ ഈ ഒരു സമയത്താണ് എന്ത് ചെയ്തത്, ധാരാളം ഡാമുകൾ നിർമ്മിക്കുകയാണ്, അതേപോലെ തന്നെ വള പ്ലാന്റുകൾ നിർമ്മിക്കുകയാണ്, സിമെന്റ് നിർമ്മാണ പ്ലാന്റുകൾ ഇതൊക്കെ നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പൈസ പോവുകയാണ്. അതേപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാണ്, പൈസ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇതൊക്കെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകാനുണ്ടായ കാരണങ്ങളായി മാറി. സംസ്ഥാനങ്ങളുടെ പങ്ക് വർദ്ധിക്കുകയും അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. ഗ്രാമീണ മേഖലയിൽ ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. പ്രൈമറി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡുകൾ രൂപീകരിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം 5% വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാർഷികോൽപാദനം വർദ്ധിപ്പിച്ച് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതും എന്തിൻ്റെയായിരുന്നു, മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു.
തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കല്, രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ തൊഴിലില്ലായ്മ എന്ത് ചെയ്യുക, എന്നേക്കുമായിട്ട് കുറയ്ക്കുക. അതേപോലെ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നതൊക്കെ എന്തിൻ്റെ ആയിരുന്നു, ഈ പറയുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ പെട്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യാവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു വനിത ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒരു വനിത ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 3-ാം പഞ്ചവത്സര പദ്ധതി. 1966 ജനുവരി 10 നമുക്കറിയാം താഷ്കെന്റ് കരാർ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉടമ്പടിയാണ് ഇതെന്ന് പറയുന്നത്. ഈ ഉടമ്പടി ഒപ്പുവെച്ചതും 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ഈ താഷ്കെന്റ് കരാർ ഒപ്പുവെച്ചത് എന്നാന്നുള്ളത്. അത് എന്നാണ്? 1966 ജനുവരി 10 താഷ്കെന്റ് കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ താഷ്കെന്റ് കരാർ ഒപ്പുവെച്ചപ്പോൾ 1966 ജനുവരി 10 ഒപ്പുവെച്ചത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26. നമുക്കറിയാം ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 360 എന്ത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് സെറ്റായി പോകേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ 3-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വച്ചത് 5.6, വളർച്ചാ നിരക്ക് എന്ന കിട്ടിയത് 2.8. അതുകൊണ്ടാണ് നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി. അതേപോലെ തന്നെ എന്താണ്, അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയും 3-ാം പഞ്ചവത്സര പദ്ധതിയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, അതായത് എന്താണ്, 1966 ജനുവരി 10 താഷ്കെന്റ് കരാറിൽ ഒപ്പുവച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം. കാരണം ഇത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് നമ്മൾ കറക്റ്റായിട്ട് പോകുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളിത് മൊത്തമായിട്ട് കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരാണ് ആ താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച ആളുകൾ എന്നുള്ളത് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്, അതേപോലെ തന്നെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഒപ്പുവെച്ചതും ആരാന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ താഷ്കെന്റ് കരാറിൽ ആരാണ് ഒപ്പുവെച്ചത്? ഓക്കെ, ഇനി നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? നമ്മുടെ ഫോറിൻ വേർഡ്സ്, നമ്മുടെ ഇംഗ്ലീഷിലേക്ക് പോവാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അബ് ഇൻഷു. അബ് ഇൻഷു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് എന്നാണ് അബ് ഇൻഷു എന്നതിൻ്റെ അർത്ഥം. എന്താണ്? ഫ്രം ദ ബിഗിനിങ്. അബ് ഇൻഷു ഫ്രം ദ ബിഗിനിങ്. അടുത്താണ് അഡ് ഇൻഫിനിറ്റം. എന്താണ്? വിത്തൗട്ട് ലിമിറ്റ് അല്ലെങ്കിൽ എൻഡ്ലെസ്ലി എന്നാണ് അഡ് ഇൻഫിനിറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഡ് വോലാറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു വാല്യൂ എന്നതാണ് അഡ് വോലാറം, അക്കോർഡിംഗ് ടു വാല്യൂ. അടുത്തത് അഡ് ഹോക്ക്. അഡ് ഹോക്ക് എന്താണെന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ടെമ്പററിലി, അതാണ് അഡ് ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അഡ് ഹോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അറേഞ്ച്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ടെമ്പററിലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അജണ്ട. ഓഫ് തിങ്സ് ടു ബി ഡൺ അല്ലെങ്കിൽ പ്ലാനിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അജണ്ട എന്ന് പറയുന്നത്. ഓഫ് തിങ്സ് ടു ബി ഡൺ ഓർ പ്ലാൻ. ഇനി അഫീസിനാഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻ ആർഡൻ ഡിവോട്ടി എന്നതിനാണ് അഫീസിനാഡോ എന്ന് പറയുന്നത്. അഫീസിനാഡോ. ഓക്കെ, ഇനി അടുത്തത് എ ഡി ക്യാമ്പ്. എ ഡി ക്യാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡി ക്യാമ്പ് എന്താണ്? എ ഡി ക്യാമ്പ് എന്ന് പറയുന്നത്, എ ഡി ക്യാമ്പ് എന്ന് വെച്ചാൽ മിലിറ്ററി അസിസ്റ്റന്റിനെയാണ് എ ഡി ക്യാമ്പ് എന്ന് പറയുന്നത്. മിലിറ്ററി അസിസ്റ്റന്റ് ആണ് എ ഡി ക്യാമ്പ്. എ ഡി ക്യാമ്പ് മിലിറ്ററി അസിസ്റ്റന്റ്. ഇനി അടുത്തതാണ് ഏലിയാസ്. ഏലിയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതർവൈസ് ആൻഡ് അസ്യൂംഡ് നെയിം. അതർവൈസ് ഓർ അസ്യൂംഡ് നെയിമിനാണ് ഏലിയാസ് എന്ന് പറയുന്നത്. അൽമ മേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് സ്കൂൾ ദാറ്റ് എ പേഴ്സൺ വൺസ് അറ്റൻഡഡ് ആണ് അൽമ മേറ്റർ എന്ന് പറയുന്നത്. ദ യൂണിവേഴ്സിറ്റി ഓഫ് സ്കൂൾ ദാറ്റ് പേഴ്സൺ വൺസ് അറ്റൻഡഡ്. ആൾട്ടർ ഈഗോ എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെയാണ് ആൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. അടുത്തത് അലൂമിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റുഡൻസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അലൂമിനി ഓൾഡ് സ്റ്റുഡൻസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അലൂമിനി എന്ന് പറയുന്നത്. അന്ന ഡൊമിനി എന്ന് പറയുന്ന ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ്. ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ആണ് അന്ന ഡൊമിനി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന ഡൊമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ്. AD എന്ന് നമ്മൾ പറയാറില്ല, അതാണ് അന്ന ഡൊമിനി. അലൂമിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റുഡൻസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെയാണ് അലൂമിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനൊക്കെ പോണ അലൂമിനി ജൂബിലി, അത്രേ ഉള്ളൂ. അടുത്തത് ആൾട്ടർ ഈഗോ എന്ന് പറഞ്ഞ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, നമ്മുടെ ഉറ്റ സുഹൃത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൾട്ടർ ഈഗോ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറ്റ സുഹൃത്ത് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൾട്ടർ ഈഗോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനെ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ എന്ത് ചെയ്യത്തില്ല, ഇതൊരിക്കലും മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആൾട്ടർ ഈഗോ ആരാന്നുള്ളതൊന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തത് അൽമ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് സ്കൂൾ ദാറ്റ് പേഴ്സൺ വൺസ് ഉണ്ട്, അതായത് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യുക, ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോകുന്ന ആളുകൾ. ഏലിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർവൈസ് ആൻഡ് അസ്യൂംഡ് നെയിം, അതായത് നമ്മൾ പറയാറില്ലേ അഥവാ അല്ലെങ്കിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഏലിയാസ്. ഇപ്പോൾ സാഗർ ഏലിയാസ് ജാക്കി, സാഗർ അഥവാ ജാക്കി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ADD ക്യാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിലിറ്ററി അസിസ്റ്റന്റ്, മിലിറ്ററി ക്യാമ്പിനെയാണ് AD ക്യാമ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അഫിസിനാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഏർഡിയൻ ഡിവോട്ടി, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളെയാണ് എന്തെന്ന് പറയുന്ന അഫിസിനാഡോ എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിത്തിരിക്കുന്ന. ഇനി അജണ്ട എന്ന് പറയുന്ന ഓഫ് തിങ്സ് ടു ബി ഡൺ പ്ലാൻ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു പ്ലാൻ ശരിയാക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത്. ഇനി അഡ്ഹോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേഞ്ച്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ടെമ്പററിലി, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്കർഷന് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിക്കും. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ടൂറിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മിറ്റി എന്ന് പറയുന്നത് ആ സ്കൂളിൽ ഒരു സ്കൂള് ഉണ്ടാകുന്ന മുതൽ അവസാനം വരെ ആ കമ്മിറ്റി ഉണ്ടാവില്ല. എന്താണ് ജസ്റ്റ് ആ ടൂറിൻ്റെ അല്ലെങ്കിൽ ആ ടൂർ പാക്കേജ് കഴിയോ അല്ലെങ്കിൽ ആ ടൂർ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, ഒരു കമ്മിറ്റി അവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്ഹോക്ക് എന്ന് പറയുന്നത്. ഇനി അഡ്വളാറം എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു വാല്യൂ, അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള വാല്യൂ. ഇനി അഡ്ഫിൻ എന്ന് വെച്ചാൽ വിത്തൗട്ട് ലിമിറ്റ്, എൻഡ്ലെസ്ലി, ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ലാത്ത ഇതിനെയാണ് അഡ്ഫിനിറ്റം എന്ന് പറയുന്നത്. അബ് ഇൻഷോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ എന്നുള്ളതാണ് അബ് ഇൻഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഭയങ്കര വലിയ ക്ലാസ് ആയിപ്പോയി. ഞാനിതൊന്നും ബ്രേക്ക് എടുത്ത് പിന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യാറില്ല, ഒറ്റ ഫ്ലോയിൽ തന്നെയാണ് മൊത്തം ക്ലാസ്സും പോണത്. അപ്പോൾ അതുകൊണ്ടാണ് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും തൊണ്ട പോയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കുറച്ചുകൂടി നല്ല വോയിസിൽ. പിന്നെ നമുക്ക് ഇന്ന് കറണ്ട് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാനിന്ന് എന്ത് ചെയ്യാതിരുന്നത്, ഇന്ന് വീഡിയോ ആയിട്ട് വരാതിരുന്നത്. അപ്പോൾ ഇന്ന് ഓഡിയോ ക്ലാസ്, അതായത് വീഡിയോയിൽ വച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചാർജ് ലാപ്പിൻ്റെ കുറയും. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്തത്, ഇന്ന് ചിത്രം നമ്മൾ വരാതിരുന്നത് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കിടിലമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നന്നായിട്ട് നല്ല കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ നമ്മളെ തള്ളിപ്പറയാനും അതേപോലെ തന്നെ പുച്ഛിക്കാനും കളിയാക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വിജയത്തിലെത്തുന്നവരെയും ഇങ്ങനെയുള്ള പല പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് വരും. അതൊന്നും കണ്ടില്ല എന്ന് തന്നെ വച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അന്ന് എത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ കളിയാക്കിയ ആളുകളുടെ അടുത്തും പുച്ഛിച്ചവരുടെ അടുത്തും അതേപോലെ കുറ്റപ്പെടുത്തിയവരുടെ അടുത്തും നമ്മൾ എന്ത് ചെയ്യാം, മധുരമായ പ്രതികാരത്തോടു കൂടി അവരുടെ മുന്നിലേക്ക് നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുവരത്തേക്കും ഇതൊന്നും കണ്ടില്ല, മൗനം മാത്രം, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്ന പോലെ മൗനമായി തന്നെ മുന്നോട്ടേക്ക് പോവുക. നമ്മുടെ ദിവസവും അല്ലെങ്കിൽ നമ്മുടെ മാവും പൂക്കുന്ന ഒരു അവസരം എത്രയും പെട്ടെന്ന് തന്നെ ദൈവം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ എന്താണ് പ്രതിസന്ധിയിലും നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് ഞാനുണ്ടാവും. നിങ്ങൾ ആരും ഒരിക്കലും ഒന്നും കൊണ്ട് വിഷമിച്ചുകൊണ്ടിരുന്ന് പഠിക്കരുത്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് അതേപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ മക്കളെ ഉറപ്പായിട്ടും ടെലഗ്രാമിൽ ആ ക്വസ്റ്റ്യൻ പോളിൽ എല്ലാവരും പങ്കെടുക്കണം. കാരണം നമ്മുടെ ഇന്ന് ചാനലിൽ 21,000 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ വെറും 7,500ഓളം
ടെലഗ്രാമിൽ ആളുകൾ വന്നിട്ടുള്ളൂ. പക്ഷെ അവരൊന്നും എന്താണ് ടെലഗ്രാമിൽ നടക്കുന്നത് എന്നുള്ള അറിയാത്തതുകൊണ്ടാണ് അവരൊന്നും ഇപ്പോഴും ജോയിൻ ചെയ്യാത്തത്. പക്ഷെ അതുകൂടി ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു റിവിഷൻ കൂടി ആ ഒരു ഭാഗത്ത് നിന്നും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാളെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ്, കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.